പശ്ചിമേഷ്യൻ സംഘർഷ സാഹചര്യത്തിൽ ബദൽ ഊർജ്ജ സ്രോതസ്സുകൾ അടിയന്തരമായി കണ്ടെത്തണമെന്ന് പ്രധാനമന്ത്രി. പാചകവാതകത്തിന് പകരമായി ബയോഗ്യാസ് അടക്കമുള്ളവ പരിഗണിക്കണമെന്നാണ് മുന്നോട്ടുവയ്ക്കുന്ന നിർദ്ദേശം. മന്ത്രിസഭാ യോഗത്തിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നിർദ്ദേശം. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് വീണ്ടും ചേരുകയാണ് ബൽറാം നെടുങ്ങാടി. ബൽറാം, വെരി ഗുഡ് മോർണിംഗ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആവശ്യമാണ് പ്രധാനമന്ത്രി ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്നത്. അതായത് നമുക്ക് 85-90% ക്രൂഡ് ഇറക്കുമതി ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ മറ്റു രാജ്യങ്ങളെ ആശ്രയിക്കാതെ നമ്മൾ സ്വന്തം കാലിൽ നിൽക്കാനുള്ള ഒരു നീക്കത്തിലേക്ക് പോകണം എന്ന് തന്നെയല്ലേ പറയുന്നത്. ഒപ്പം തന്നെ നമ്മുടെ ഈ ഊർജ്ജ സ്രോതസ് അതിന്റെ ശേഖരത്തിൽ കാര്യമായ പ്രശ്നങ്ങളില്ല, അത്തരത്തിലുള്ള നിയന്ത്രണങ്ങൾ വരുന്നില്ല എന്ന വിശദീകരണവും ഉണ്ടല്ലോ. വെരി ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന, ദിൽന. ഇന്നലെ 3.5 മണിക്കൂറിലേറെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ കേന്ദ്ര മന്ത്രിസഭയുടെ പൂർണ്ണ യോഗം നടന്നത്. ഈ യോഗത്തിലാണ് പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ പ്രധാനമായും ഈ പശ്ചിമേഷ്യൻ സംഘർഷം, പൊതുരാഷ്ട്രീയ സാഹചര്യങ്ങൾ അടക്കമുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്ത് ഈ യോഗത്തിൽ വെച്ചാണ് പ്രധാനമന്ത്രി ഇത്തരത്തിലുള്ള നിർണായകമായ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ബദൽ ഊർജ്ജ സ്രോതസ്സുകൾ അടിയന്തരമായി തന്നെ കണ്ടെത്തണം എന്നാണ് പ്രധാനമന്ത്രി മുന്നോട്ട് വയ്ക്കുന്ന നിർദ്ദേശം. അതിൽ ഉദാഹരണമായി ചൂണ്ടിക്കാണിച്ചത് പാചകവാതകത്തിന് പകരമായി ബയോഗ്യാസ് അടക്കമുള്ളവ പരിഗണിക്കണം എന്നും വീക്ഷിത് ഭാരത് 2047 വെറും ഒരു വാഗ്ദാനമല്ല, മറിച്ച് ഒരു പ്രതിബദ്ധതയാണ് സർക്കാരിന്റെ എന്നും അദ്ദേഹം ഊന്നിപ്പറഞ്ഞു. ഇതോടൊപ്പം തന്നെ പരിഷ്കാരങ്ങൾ, സർക്കാർ നടപ്പാക്കിയിരിക്കുന്ന പരിഷ്കാരങ്ങൾ ശക്തമായി തന്നെ നടപ്പിലാക്കേണ്ടതുണ്ട്. മുൻകാലങ്ങളിലുണ്ടായ അലംഭാവങ്ങളുടെ അത് പരിഗണിക്കേണ്ടതില്ല, ഭാവിയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം എന്നുള്ളതാണ് പ്രധാനമന്ത്രിയുടെ നിർദ്ദേശം. പുനരുപയോഗ ഊർജം അതിവേഗം വർദ്ധിപ്പിക്കണം, അതിന്റെ ഉൽപാദനം വർദ്ധിപ്പിക്കണം, ബദൽ ഊർജ്ജ സ്രോതസ്സുകൾ കണ്ടെത്തണം എന്നതുമായി ചേർത്ത് തന്നെയാണ് ഇക്കാര്യങ്ങളും പ്രധാനമന്ത്രി പറഞ്ഞിരിക്കുന്നത്. പുതിയ സംരംഭങ്ങളോ പരിഷ്കാരങ്ങളോ പൗരന്മാരെ ബുദ്ധിമുട്ടിക്കുകയോ ഉപദ്രവിക്കുകയോ ചെയ്യുന്നില്ല എന്ന് ഉറപ്പാക്കണം. ഈ പൗരന്മാരുടെ ജീവിത സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയാകണം ഈ പരിഷ്കാരങ്ങൾ എന്നും മന്ത്രിമാർക്ക് പ്രധാനമന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇതോടൊപ്പം തന്നെ ഓരോ മന്ത്രിയും തങ്ങളുടെ വകുപ്പുകൾ സംബന്ധിച്ചുള്ള അവതരണവും ഈ ഒരു യോഗത്തിൽ നടത്തിയിട്ടുണ്ട്. ഉന്നത ഉദ്യോഗസ്ഥരും സർക്കാരിന്റെ പരിഷ്കാരങ്ങളും അതിലെ പ്രകടനം സംബന്ധിച്ചുള്ള അവതരണം ഈ യോഗം തുടങ്ങുന്നതിന് മുമ്പായി നടത്തിയതായാണ് പുറത്തുവരുന്ന വിവരങ്ങൾ വ്യക്തമാക്കുന്നത്. ഇതോടൊപ്പം തന്നെ മികച്ച പ്രകടനം നടത്തിയ ആദ്യ 5 മന്ത്രാലയങ്ങളുടെ പട്ടികയും ഈ ഒരു യോഗത്തിൽ പ്രധാനമന്ത്രി അവതരിപ്പിച്ചിട്ടുണ്ട്. ഈ മന്ത്രാലയങ്ങൾ തങ്ങളുടെ പ്രകടനം മെച്ചപ്പെടുത്തണം എന്നതടക്കമുള്ള നിർദ്ദേശങ്ങൾ ഈ യോഗത്തിൽ നൽകിയതായാണ് ലഭ്യമാകുന്ന വിവരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.